അങ്ങനെ കോന്നിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള അടവിയിലെ കുട്ടവഞ്ചി സവാരിയെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു കുഞ്ഞൻ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയുന്നത്. സമയം ലേശം വൈകിയെങ്കിലും ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്ന് അറിഞ്ഞപ്പം എന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. അടവിൽ കുട്ടവഞ്ചി സവാരിയൊക്കെ നടത്തിയ ശേഷം കുറേ ആളുകൾ സമീപ പ്രദേശമായിട്ടുള്ള ഈ മണ്ണീറ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താറുണ്ടെന്ന് ഈ കടയിലെ ചേട്ടൻ പറഞ്ഞു. മാത്രമല്ല അവധി ദിവസങ്ങളിൽ ഇപ്പം നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുടിക്കാൻ വെള്ളവും സ്നാക്സും പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയയൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കുഞ്ഞൻ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നടന്നു പോകുന്ന വഴിയുടെ സൈഡിൽ പോലും ചെറിയ ചെറിയ തട്ടുകളായിട്ട് വെള്ളം ചാടുന്നത് നമുക്ക് കാണാം. വേനൽക്കാലത്ത് മണ്ണീറ കാണാൻ ഇത്ര ഭംഗിയാണെങ്കിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന മഴക്കാലത്ത് എത്ര മനോഹരമായിരിക്കും ഇവിടെ, അല്ലേ? വലിയ ഉയരത്തിൽ നിന്നൊന്നും അല്ലാതെ പതിക്കുന്ന വെള്ളച്ചാട്ടം ആയതുകൊണ്ട് അധികം അപകട ഭീതിയൊന്നും ഇല്ലാതെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും സന്ദർശിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മണിക്കൂറുകൾ ചിലവിട്ടാണ് തിരിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലോട്ടൊക്കെ കുട്ടികളടക്കം ഉള്ള സഞ്ചാരികൾ കയറി പോകുന്നത് നമുക്ക് കാണാം. ഏതായാലും വന്ന സ്ഥിതിക്ക് മുകളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കൗതുകം എനിക്കും തോന്നുന്നുണ്ട്. വെള്ളച്ചനപ്പുള്ള പാറയിൽ ചവിട്ടരുതെന്ന് ഈ ഇറങ്ങി വരുന്നവരൊരു മുന്നറിയിപ്പ് തന്നിട്ടാണ് പോയത്. ഞാൻ അതുകൊണ്ട് കുറച്ച് സൈഡിൽ കൂടെയാണ് മുകളിലോട്ട് കയറിയത്. ഒരു കൈസഹായം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. കാര്യം പിടിക്കാനൊന്നും ഒരു സ്ഥലമൊന്നുമില്ല. ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കയറി പോകാൻ. താഴെ നിന്ന് നമ്മൾ കയറി ഇങ്ങ് വരുമ്പോൾ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം വീണ്ടും കാണാം. വീണ്ടും കുറച്ചുകൂടെ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പം അടുത്ത വെള്ളച്ചാട്ടം വീണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം. 2, 3, 4 വെള്ളച്ചാട്ടമായി. താഴെ കണ്ടതുപോലെയല്ല, ഇത് വേറൊരു വെള്ളച്ചാട്ടത്തിൽ ചെന്ന ഒരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യും. വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ്. കുട്ടികൾക്ക് വരെ വളരെ സേഫായിട്ട് മതി വരുവോളം വെള്ളത്തിൽ കളിച്ച് കുളിച്ച് തിരിച്ചു പോകാം. താഴെ കണ്ടതിലും ഭംഗിയുള്ള ചെറിയ വെള്ളച്ചാട്ടം. ഒരു പ്രൈവസിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കാർ കൂടുതൽ എത്തിച്ചേരുന്നതോടുകൂടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റിയൊരിടം. ചെറുതും വലുതുമായിട്ടുള്ള ഒരു 2-3 വെള്ളച്ചാട്ടം കണ്ട സ്ഥിതിക്ക് ഇനിയും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാവണം. 2-3 കുട്ടികളും ഒക്കെ എൻ്റെ മുന്നിൽ പോകുന്നുണ്ട്. അവരുടെ പുറകെ ഞാനും കൂടി. പൊക്കാത്തോട് അപ്പുപ്പത്തോട് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളമെല്ലാം കൂടെ ഒന്നിച്ച് കുറേ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെ ഒഴുകി താഴെ എത്തുന്നതാണ് നമ്മൾ ഈ മണ്ണീറ വെള്ളച്ചാട്ടമായിട്ട് കാണുന്നത്. കുട്ടികൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഏതായാലും ഞാനിവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ്. കുറേയേറെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒഴുകി എത്തുന്ന വെള്ളച്ചാട്ടമായതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വനം വകുപ്പോ തണ്ണിത്തോട് പഞ്ചായത്ത് അധികൃതരോ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇത് വളരുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ നല്ലൊരു വരുമാന മാർഗം തുറന്നു കിട്ടുകയും ചെയ്യും. തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ മണ്ണീറ എന്ന് പറയുന്നൊരു വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണ്. അടവിയിൽ കുട്ടവഞ്ചി സവാരിയൊക്കെ നടത്തി വരുന്നവർക്ക് മണ്ണീറ മനസ്സ് നിറച്ച് യാത്രയാക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട.